തെലങ്കാനയിൽ +2 പരീക്ഷയിൽ കൂട്ടത്തോൽവിയെ തുടർന്ന് 20 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. 9 ലക്ഷം പേർ പരീക്ഷ എഴുതിയതിൽ 3 ലക്ഷം പേർ തോറ്റിരുന്നു. കുട്ടികളുടെ ആത്മഹത്യയെ തുടർന്ന് പരാജയപ്പെട്ട എല്ലാ കുട്ടികളുടെയും പരീക്ഷാ പേപ്പറുകൾ റീവാലുവേഷൻ ചെയ്യാൻ മുഖ്യമന്ത്രിയും ഹൈക്കോടതിയും നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി BS ജോയ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ജോയ്, എന്താണ് ഇത്രക്ക് ഗൗരവതരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രക്ക് അപകടകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്? എന്താണ് ഉണ്ടായത്? സനീഷ്, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തെലങ്കാനയിൽ നടന്ന ഇന്റർമീഡിയറ്റ് പരീക്ഷ, ഒന്നാം വർഷം രണ്ടാം വർഷ പരീക്ഷകളിൽ 9.74 ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതിയിരുന്നത്. ഇതിൽ 3 ലക്ഷത്തിലധികം 3.24 ലക്ഷം കുട്ടികൾ പരാജയപ്പെട്ടു എന്ന റിസൾട്ടാണ് തെലങ്കാന വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് കഴിഞ്ഞ ദിവസം ഫലം പുറപ്പെടുവിച്ചത്. ഇതിനെ തുടർന്നാണ് കുട്ടികളുടെ കൂട്ട ആത്മഹത്യ തെലങ്കാനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 12 കുട്ടികളുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വാർത്താ ഏജൻസികൾ 20ഓളം കുട്ടികൾ മരിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വലിയ ഗൗരവത്തോടെ കാണണമെന്നും അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ട എല്ലാ കുട്ടികളുടെയും പരീക്ഷാ പേപ്പറുകൾ സൗജന്യമായി തന്നെ റീവാലുവേഷൻ ചെയ്യാനും സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ തെലങ്കാന ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരിച്ച 11 കുട്ടികളുടെ പരീക്ഷാ പേപ്പർ, അവർ തൊട്ടു മുന്നേ എഴുതിയ പരീക്ഷയിൽ 1000 മാർക്കിന് 900 മാർക്ക് വരെ സ്കോർ ചെയ്ത കുട്ടികൾക്കാണ് ഇപ്പോൾ 0 മാർക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗൗരവത്തോടെ ഈ വിഷയം കാണണമെന്ന് നിരവധി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് തെലങ്കാനയിൽ. സനീഷ്, നന്ദി ജോയ് വിവരങ്ങൾക്ക്. അത്യധികം ഗൗരവതരമായിട്ടുള്ള വാർത്തയാണ് അവിടെ തെലങ്കാനയിൽ നിന്നാണ് വരുന്നത്. 20 കുട്ടികളാണ് പരീക്ഷയിൽ തോറ്റതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത്. 9 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ട് 3 ലക്ഷത്തോളം പേർ തോൽക്കുകയോ മറ്റോ തോൽക്കുകയായിരുന്നു. പുനർമൂല്യനിർണ്ണയത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. +2 ഫലത്തിൽ അപാകത ഉണ്ടായതിനെ തുടർന്ന്, ഇങ്ങനെ കൂട്ടത്തോൽവി ഉണ്ടായതിനെ തുടർന്ന് 20 കുട്ടികളാണ് ആത്മഹത്യ ചെയ്ത്. പുനർമൂല്യനിർണ്ണയം നടത്താനുള്ള ഉത്തരവ് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട്.